NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയിൽ പറയുന്നില്ലേ, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്നെഴുതി NV കൃഷ്ണവാര്യരുടെ കവിതയുടെ കാലത്ത് നിന്നും അവൻ്റെ കണ്ണ് കണ്ടില്ലേ, ആ കണ്ണില്ല എന്നൊരു കുട്ടി ഒരു സഹപാഠിയെക്കുറിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാറ്റം എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് മാറിയതല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായും അത് കേട്ടിരിക്കുമ്പോൾ അത് കേരളം കേൾക്കേണ്ടിയിരുന്നൊരു ചർച്ചയായിരുന്നു ഇന്ന് നിയമസഭയിൽ യഥാർത്ഥത്തിൽ നടന്നത്. നമ്മളടക്കം ചാനലുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തു. എന്താണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്, മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിൻ്റെ വെർബാറ്റം ഒരിക്കൽ കൂടി ഇത് കേട്ടിട്ടില്ലാത്തവർ വായിക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആശയങ്ങൾ കേൾക്കുകയും വേണം. അതിൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയാനുള്ളത്. ഒന്ന്, ഈ മാറ്റം എന്ന് പറയുന്നത് എവിടെയോ ഒരു രാജ്യത്തിരിക്കുന്നൊരു മനുഷ്യൻ്റെ പുറത്ത് ഒരു മർദ്ദനം ഉണ്ടാകുമ്പോൾ എൻ്റെ ശരീരത്ത് പ്രഹരമുണ്ടാകുന്നു എന്ന തോന്നലുണ്ടാകാൻ ഈ കുട്ടിയെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പെട്ടിയുടെ ഉപമ വെച്ച് സൂചിപ്പിച്ചത് കുട്ടിയുടെ അനാഥത്വത്തെക്കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, മാറുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കുട്ടിയെ മാറ്റുന്നുണ്ട്, സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുന്നത് 1999 അമേരിക്കയിലെ കൊളറാഡോയിലാണ് 12 കുട്ടികളെയും ഒരു അധ്യാപകനെയും വെടിവെച്ചു കൊന്നൊരു കുട്ടിയുടെ വാർത്ത അന്ന് ഞെട്ടലോടെയാണ് കേട്ടത്. പക്ഷേ പിന്നീട് അമേരിക്കയിൽ നിത്യസംഭവമായി. വെർജീനിയയിൽ, ഫ്ലോറിഡയിൽ, ടെക്സസിൽ പലയിടങ്ങളിൽ അമേരിക്കയിൽ കുട്ടികൾ തോക്കുമായി ക്ലാസ് മുറികളിലേക്ക് വരികയും സഹപാഠികളെ വെടിവെച്ചിടുകയും ചെയ്തത് കണ്ടു. അന്നെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു അത് സംഭവിച്ചത് അമേരിക്കയിലല്ലേ, അത് സംഭവിച്ചത് കാലിഫോർണിയയിലല്ലേ, അവിടെ കുടുംബ ബന്ധങ്ങൾ തകർന്നതാണ് അതിൻ്റെ കാരണം, കുട്ടികൾ അനാഥത്വം പേറുന്നു എന്നാണെന്ന് നമ്മളെല്ലാവരും നിഗമനത്തിലെത്തിയത്. സാമൂഹിക ബന്ധങ്ങൾ സുരക്ഷിതമല്ലാത്ത കാലത്ത് തോക്ക് ലൈസൻസ് സുലഭമായി കിട്ടുന്ന അമേരിക്കയിൽ അത് സംഭവിക്കും, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ എന്ന് നമ്മൾ അന്ന് മേനി പൂണ്ടവരാണ്. കാരണം ആ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ ഭദ്രത ആ രീതിയിൽ താളം തെറ്റിയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രമേൽ മത്സരാധിഷ്ഠിതമായി നമ്മുടെ സമൂഹം മാറിയിരുന്നില്ല. ഒരു കുട്ടി തോറ്റുപോകുന്ന കുട്ടിക്ക് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവൻ്റെ സങ്കടമൊന്ന് പറയാനും അവൻ്റെ തോളത്ത് തട്ടാനും അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി ഭക്ഷണം വാരി കൊടുക്കാനും ഒരു മുത്തശ്ശനും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ലോകത്തേക്ക് മാറുകയും 2 കുട്ടികൾ എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായി വളരുകയും അവനിൽ വലിയ പ്രതീക്ഷയുടെ മൂലധനവും വലിയ ഭാരവും ഏൽപ്പിച്ചു തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഈ പെട്ടി സങ്കല്പമായി നമ്മൾ മാറുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. വീടിൻ്റെ കിടപ്പുമുറി എന്ന പെട്ടിയിൽ നിന്ന്, വീടെന്ന പെട്ടിയിൽ നിന്ന്, അവിടെ നിന്ന് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക്, അവിടെ നിന്ന് ക്ലാസ് മുറിയിൽ എന്ന പെട്ടിയിൽ നിന്ന് ഒടുവിൽ മൊബൈൽ ഫോൺ എന്ന ചതുരത്തിലേക്ക് മാറുന്നത് കുട്ടിയുടെ അനാഥത്വമാണ്. കുട്ടിയെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു, കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവുന്നു, കുട്ടി വായനശാല കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരിടത്ത് ഒരു പരിപാടി നടന്ന് പോകുമ്പോൾ അവിടെ ഒരു വായനശാലയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുട്ടികളിൽ 90% പേർക്ക് ആ വായനശാല എവിടെയാണെന്ന് അറിയുന്നില്ല. കുട്ടി വായനശാലയിൽ പോകുന്നില്ല, പുസ്തകങ്ങൾ വായിക്കുന്നില്ല, കവിതകൾ അറിയുന്നില്ല. ഇത് കുട്ടി മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ കാരണം കുട്ടി ഈ മത്സരാധിഷ്ഠിത ലോകത്ത് കവിതയും കഥകളും ഭാവനകളും നാടകങ്ങളും എല്ലാം അപ്രസക്തമാണെന്നും നിങ്ങൾ പഠിക്കേണ്ടത് പ്രൊഫഷണലുകളാവാൻ വേണ്ടിയാണെന്നുള്ള വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളുടെ എല്ലാ രക്ഷകർത്താക്കളുടെയിലും നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദശകങ്ങളിലായി വന്നു ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സൈദ്ധാന്തികമായിട്ടൊക്കെ പറയാം, ആഗോളവൽക്കരണം കൊണ്ടുവന്ന ഒരു സാമൂഹിക മൂല്യമാണ്, വിപത്താണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കോമ്പറ്റിറ്റീവായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം അവനിൽ സഹപാഠിയോടുള്ള കരുണയും സഹാനുഭൂതിയും എമ്പതിയും വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുട്ടിയിൽ നിങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു കുട്ടിയിൽ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് അളക്കും, ഐക്യു അളക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവൻ്റെ ഇമോഷണൽ ക്വോഷ്യൻ്റ് അളക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? അവൻ്റെ വൈകാരിക ഭാവങ്ങൾ അളക്കാൻ എന്ത് ആണുള്ളത്? അവൻ്റെ സങ്കടങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരാണുള്ളത്? ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ആരാണുള്ളത്? അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും റീൽസിലെ സാങ്കല്പിക കഥാപാത്രങ്ങളുമായാണ്. ഇൻസ്റ്റൻറ്റ് റീൽസുകളിൽ അവൻ വളരെ വേഗം ആനന്ദം കണ്ടെത്തും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. വലിയ കവിതകളോ കഥകളോ ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി കുറേ രസകരമായ ജീവിതത്തിൻ്റെ രീതികളെക്കുറിച്ച് പറയുന്നു. പണ്ട് കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കൃത്യമായും പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറയുന്നൊരു രീതിക്കൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. എന്താ പ്രാർത്ഥന? ദൈവമേ കേൾക്കുമാറാകണം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഉദ്ധരിച്ചിരിക്കുന്ന വാക്കുകളാണ്. ദുഷ്ടസംസർഗം വരാതെയായിടണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അർത്ഥം അറിയില്ലെങ്കിൽ പോലും
അങ്ങനെ പാടി കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് ആവർത്തിച്ചുറപ്പിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം, ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ്റെ തലയിലേക്ക് ഒരു നഞ്ചക്ക് ചുഴറ്റിയടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അവനെ വധിക്കത്തക്ക രീതിയിലേക്ക് വരില്ല. അവൻ്റെ കണ്ണ് കണ്ടില്ലേ എന്ന് ക്രൂരമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അതിലേക്ക് നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ആ സാമൂഹിക അന്തരീക്ഷം ആ രീതിയിൽ വളരെ മത്സരാധിഷ്ഠിതമായി ഒന്നായി മാറിയിരിക്കുന്നു. അവിടെ കുട്ടി അനാഥത്വം പേറുകയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് അതിനെ തിരിച്ചു പിടിച്ച മതിയാകൂ. നമുക്കൊരു ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകുമെന്നും നമുക്കറിയില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പരീക്ഷ ഓറിയൻറ്റഡായി, അതിനുശേഷം വരുന്ന എൻട്രൻസ് കോച്ചിങ് ഓറിയൻറ്റഡായി, അതിനുശേഷം വരുന്ന എൻട്രൻസ് പരീക്ഷയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിനിടയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം, വേണ്ടത്ര കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള സമയം. ഉല്ലാസങ്ങളെന്ന് പറയുന്നത് കേവലം രക്ഷിതാക്കൾ കൊണ്ടുപോകുന്ന ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ റിസോർട്ടുകളിലെ ആഘോഷങ്ങളല്ല. അവന് സമൂഹത്തിൽ പോയി തൊട്ടടുത്ത് നിൽക്കുന്ന പറമ്പിലേക്ക്, തൊട്ടടുത്ത് നിൽക്കുന്ന പുഴയുടെ അരികിലേക്ക്, മീൻ പിടിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്, വർത്തമാനം പറയുന്ന മനുഷ്യരിലേക്ക്, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക്, കവിത ചൊല്ലുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് അവനെ വിടാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ്. രക്ഷിതാക്കൾ ആ സമയവും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവൻ്റെ പ്രിപ്പറേഷന് വേണ്ടുന്ന സമയത്തിലാണ്. ഞാൻ പറയും, ഒരു പരിധിവരെ നമ്മുടെ കോമ്പറ്റിറ്റീവ് മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ, അതിൽ ചില യൂട്യൂബർമാരുടെയൊക്കെ ചില മെസ്സേജുകളൊക്കെ വന്ന് നമ്മൾ കേട്ടു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ സ്കൂളിലൊന്നും പോകണ്ടെന്നേ, നിങ്ങൾക്ക് സ്കൂളിൽ പോകാതെ ചില ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സ്കൂളിൽ പോവുക എന്നുള്ളത് ഒരു ആവാസ വ്യവസ്ഥയുമായി ഇണങ്ങിച്ചേരൽ കൂടിയാണ്. അവിടെ വിദ്യാർത്ഥികളുണ്ട്, ഈ പറയുന്ന ചെറിയ കലഹങ്ങളുണ്ട്, അതേപോലെ മത്സരങ്ങളുണ്ട്. ഇതിനൊന്നും കുട്ടിയെ പ്രാപ്തമാകാത്ത രീതിയിലേക്ക് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കുഞ്ഞായി അവനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു തിരിച്ചൊരു ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കുക എന്നുള്ളത് അതത്ര എളുപ്പമല്ലെങ്കിലും ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തേ മതിയാകും. ഇന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പഞ്ചായത്ത്, പോലീസ്, സ്കൂൾ അധികൃതർ, തദ്ദേശ സ്ഥാപനങ്ങളിൽപ്പെട്ട ആളുകൾ, അതേപോലെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വ്യക്തിത്വം, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവുക. റെസിഡൻസ് അസോസിയേഷനുകളടക്കം ഓരോ ആഴ്ചയും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ്. കൺവിക്ഷൻ റേറ്റ് 98% ആണ് ലഹരി കേസുകളിൽ കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കൺവിക്ഷൻ റേറ്റ് ഉള്ള സ്റ്റേറ്റിലൊന്നാണ്. ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഈ ജുവനൈൽ ക്രൈമുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ആ ക്രൈം എന്ന് പറയാൻ കഴിയില്ല, ഈ ജുവനൈൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കേരളത്തിൽ പെരുകുമ്പോഴും അതിൻ്റെ കൺവിക്ഷൻ റേറ്റും 90% അപ്പുറമാണ്. അതൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. കാരണം എന്താ? കള്ളക്കേസുകളിൽ കുട്ടികളെ നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതൊരു മെസ്സേജും കൂടിയാണ്. കേരളത്തിൽ 400ഓളം കുട്ടികളാണ് ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജുവനൈൽ ക്രൈമുകളിൽ ഏർപ്പെടുന്നത്. അതിൽ 90%-ലധികവും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അഥവാ അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പലതും വ്യാജമല്ല എന്നുള്ളതാണ്. ഒറിജിനൽ കേസുകൾ മാത്രമേ പോലീസ് ശ്രദ്ധാപൂർവ്വം കേസ് എടുക്കുന്നുള്ളൂ. ഒരു കുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് മറ്റൊരു തരത്തിൽ നമ്മളുടെ ഒരു സമൂഹം ഒരു ആൾക്കൂട്ട വിധി പുറപ്പെടുവിക്കുന്നതും ആൾക്കൂട്ട ആക്രോശങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടു. ഷഹബാസിൻ്റെ കൊലപാതകം തീർച്ചയായും അപലപിക്കപ്പെടേണ്ടതും ആ കുട്ടികൾക്ക് ശിക്ഷയും തിരുത്തലും കഴിഞ്ഞ കുട്ടികളെ നല്ലവരാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ശിക്ഷയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കറക്ഷനാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആശയം. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനോട് കൂടി അല്ലാതെ നമുക്കൊരു കുട്ടിയെ ആ ഒരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ കഴിയുന്നതല്ല. അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള നിയമ നടപടിക്രമവും ആ കുട്ടിക്ക് ബാധകമല്ല. ആ കുട്ടിയെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി കുറ്റവാളിയെന്നോ കുട്ടി കൊലപാതകിയെന്നോ പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടി കുറ്റം ചെയ്യുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ നിന്നല്ല, ആ കുട്ടിയുടെ സാമൂഹിക സാഹചര്യം. നഞ്ചക്ക് വീട്ടിൽ എടുത്തു വെച്ചിരുന്ന അച്ഛനാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളി. ആ അച്ഛൻ ഇതിനു മുൻപൊരു കേസ് ഉണ്ടായപ്പോൾ ആ മകനെ ഒത്തുതീർപ്പ് നടത്തി അതിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഊരിക്കൊണ്ടു പോരാൻ ശ്രമിച്ച അച്ഛനാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി, ആ കുട്ടിയല്ല. ആ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് അവന് സ്വന്തം ബോധ്യത്തിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന തീരുമാനം സ്റ്റേറ്റിലുണ്ടാവുന്നത്. അവൻ മൈനർ ആവുന്നത് കൊണ്ടാണ്. മൈനർ ആകുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്വം ഭാഗികമായി രക്ഷിതാക്കളും പൊതുസമൂഹത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നത്. അവനെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറയുന്നത് തെറ്റായ മനഃശാസ്ത്രമാണ്. നഞ്ചക്ക് കൊണ്ട് കുട്ടി മറ്റൊരാളുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഈ കുട്ടിയുടെ തലയ്ക്ക് അടിക്കാൻ, ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് അടിക്കാനാണ് പൊതുസമൂഹം വരുന്നത്. പൊതുബോധം, ഞാനിത് പറയുമ്പോൾ ഇതൊരു സ്പോയിലർ
അലർട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ പൊതുബോധത്തിനോടൊപ്പം നമുക്ക് നിൽക്കുക സാധ്യമല്ല. വൈകാരികമായി നമ്മൾ ഷഹബാസിൻ്റെ പിതാവിനോടൊപ്പമാണ്. പക്ഷേ കുറ്റം ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുക എന്നുള്ളത് ചട്ടപ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ നിയമപ്രകാരം ബാധകമായ ഒന്നാണ്. നമ്മൾ വലിയ കൊലകൾ നടത്തിയ മനുഷ്യരെ പരീക്ഷ എഴുതിപ്പിച്ചിട്ടില്ലേ? രാജീവ് ഗാന്ധിയുടെ കൊലയിൽ പേരറിവാളനും നളിനിയും പരീക്ഷ എഴുതിയില്ലേ? അവർ ജയിലിൽ കിടന്നിട്ടില്ലേ പരീക്ഷ എഴുതി വന്നത്? അതല്ല, അതാ പിതാവ് പറയുന്നത് അടുത്ത കൊല്ലം എഴുതിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ശിക്ഷ വിധിക്കും? അതാണ് ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. നിർഭയ കേസിലെ കുട്ടിക്കുറ്റവാളിയാണ് ഏറ്റവും ക്രൂരമായ കൃത്യം ചെയ്തത്. അല്ല, നിർഭയ കേസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, മൈനറായിരുന്ന ആളാണ് ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. അപ്പോൾ തന്നെ ഇത്തരം ക്രൈമുകളിൽ, ഇത്തരം ക്രൂരമായ സംഭവങ്ങളിൽ എടുക്കേണ്ട നടപടിയും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ഇതിൽ മാത്രമാണോ ഉൾപ്പെടുത്തുന്നത്, അതിലപ്പുറമുള്ള ആ പരിമിതിയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് മറ്റു കുറ്റവാളികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ശിക്ഷ നൽകേണ്ടതുള്ള ചർച്ച തുടങ്ങി. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമേ 16 വയസ്സ് വരെയാണ്. ഇത് 15 വയസ്സാണ്. 16 വയസ്സ് വരെയാണ്. അത്തരം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ പോലും ശിക്ഷകൾ കൂടുതൽ വിധിക്കാൻ സാധിക്കും. ഇത് 16ലും താഴെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ആൾക്കൂട്ട മനഃശാസ്ത്രവും ഇതേപോലെ അപകടകരമായ ഒന്നാണ്. ഒരാളെ നമ്മൾ നോക്കൂ, എന്തിനാ റഹീമിനെ നാട്ടിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചുകൊണ്ട് വരുന്നത്? എന്തിനാണ് റഹീമിനെ കൊണ്ടുവരുന്നത്? റഹീം അവിടെ ഒരു കുഞ്ഞിൻ്റെ മരണത്തിനോ മറ്റോ കാരണമായ ഒരു കൊലപാതകത്തിൽ ശിക്ഷാവിധി മറ്റൊരു രാജ്യത്ത് കിടക്കുന്നയാളാണ്. അവിടെ അദ്ദേഹം ഒരു കുറ്റവാളിയാണ്. റഹീമിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഒരു ഭാഗത്ത് നമ്മൾ സംഘടിക്കുകയും മറുഭാഗത്ത് ഈ ആൾക്കൂട്ട ശിക്ഷ വിധിക്കുകയും ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതിൽ പറയാനുള്ള കാര്യം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരിടത്തു നിന്ന് മാത്രമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ മാറുമ്പോൾ നമ്മുടെ മനസ്സ് അത്രത്തോളം വലുതാകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. വൈകാരികമായ ഒരു പ്രതലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് അപകടമുണ്ടാവും. മെച്യൂരിറ്റി ഇല്ലാത്തൊരു സമൂഹത്തിലെ കുട്ടികളും മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടികളായി മാറും എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് മത്സരാധിഷ്ഠിത ലോകമാണ്. തീർച്ചയായും കുട്ടികൾ വിജയിക്കേണ്ടതുണ്ട്. പക്ഷേ എം.എൻ. വിജയമാഷ് പറയുന്നത് പോലെ പരാജയപ്പെടുന്നവനും ഒരു ലോകമുണ്ട്. അവൻ്റെ ലോകം ഒരുപക്ഷെ വിജയിക്കുന്നവൻ്റെ ലോകത്തെ വലിയ വിശാലമായ ലോകമായിരിക്കും. അവന് കിണറ്റിൽ വീണ് കിടക്കുന്ന കുട്ടിയെ രക്ഷിക്കാനുള്ള കരുത്ത് ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റുപോയ കുട്ടിക്കായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക. അവൻ കണ്ട ലോകം ടീച്ചറെ മാത്രമല്ല, ടീച്ചറിന് മുമ്പിൽ ഇരുന്ന് പഠിച്ച കുട്ടിയെ കൂടി കണ്ടിട്ടുണ്ട്. കാര്യം അവൻ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ടേക്ക്. അതുകൊണ്ടൊരു കുട്ടിയെ അളക്കാനോ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മോഡിറ്റിയെ, പെട്ടിയിലടയ്ക്കുന്ന കമ്മോഡിറ്റിയെ കാണുന്നതിൽ നിന്ന്, ആ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മളൊക്കെ തന്നെ മാറേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരുമിച്ച് നിന്നു തന്നെ നമുക്കതിനെ എതിരിട്ടേ മതിയാകും. Meet the editors.